ഗുഡ് മോർണിംഗ് ആൾ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പാഠം 1ഉം 2ഉം കഴിഞ്ഞു. ഇനി പാഠം 3ആണ്. പാഠം 2ന്റെ അഭ്യാസങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലെ. ഈ പാഠം 3ല് നോക്കാം. എന്താണ് അക്ഷരം വരുന്നത്? ഡാ. എന്താണ് അക്ഷരം വരുന്നത്? ഡാ. 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 എന്താണ് ആ ചിത്രം? വെണ്ട. അടുത്തതോ? ചെണ്ട. പിന്നെ ചുണ്ട്. പിന്നെയോ ഞണ്ട്. പിന്നെ ഞുണ്ട്. വെണ്ട, ചെണ്ട, ചുണ്ട്, ഞണ്ട്, ഞുണ്ട്. ഈ ഇഞ്ച. സഞ്ചി. മഞ്ചാടി. പഞ്ചസാര. ഇഞ്ചി. കൊഞ്ച്. ണ്ട, വെണ്ട, ചെണ്ട, ചുണ്ട്, ഞണ്ട്, ഞുണ്ട്. ഇഞ്ച, സഞ്ചി, മഞ്ചാടി, പഞ്ചസാര, ഇഞ്ചി, കൊഞ്ച്. ഇനി മഞ്ചാടിക്കാട്ടിലെ പൂഞ്ചോല തീരത്തെ പാലയിലായിരം പൂ വിരിഞ്ഞു. വണ്ടുകൾ മൂളിപ്പറന്നു, പൂമണം എങ്ങും പരന്നു. ചുണ്ടിൽ പുഞ്ചിരി തൂകി, നേരെയും മഞ്ചോട്ടിൽ മരച്ചോട്ടിൽ നിന്നു. മഞ്ചാടിക്കാട്. മഞ്ചാടിക്കാട്ടിലെ പൂഞ്ചോല തീരത്ത് പാലമരത്തിന് ഒരുപാട് പൂക്കൾ വിരിഞ്ഞു. ആ പൂക്കൾ വിരിഞ്ഞ സമയത്ത് വണ്ടുകള് മൂളി പറഞ്ഞ് അങ്ങനെ വരികയാണ്. വണ്ടുകൾ മൂളി മൂളി ഈ പാലയിൽ വന്നിട്ട് ഇരിക്കുകയാണ്. അവിടുത്തെ ആ പൂവിന്റെ മണം എല്ലാ ഭാഗത്തേക്കും പരന്നു. അപ്പോ നേരയുടെ ചുണ്ടില് പുഞ്ചിരി വിടർന്ന് അവൾ മരച്ചോട്ടിൽ നിന്നു. ഒരിക്കൽ വായിക്കാം. മഞ്ചാടിക്കാട്ടിലെ പൂഞ്ചോല തീരത്തെ പാലയിലായിരം പൂവിരിഞ്ഞു. വണ്ടുകൾ മൂളിപ്പറന്നു, പൂമണം എങ്ങും പരന്നു. ചുണ്ടിൽ പുഞ്ചിരി തൂകി, നേരെയും മരച്ചോട്ടിൽ നിന്നു. വായിക്കാം, എഴുതാം. എവിടെയാണ് പൂഞ്ചോല? മഞ്ചാടിക്കാട്ടിലാണ് പൂഞ്ചോല. എവിടെയാണ് പൂഞ്ചോല? മഞ്ചാടിക്കാട്ടിലാണ് പൂഞ്ചോല. എവിടെയാണ് പൂഞ്ചോല? മഞ്ചാടിക്കാട്ടിലാണ് പൂഞ്ചോല. 2. ഏത് മരമാണ് പൂത്തത്? പാലമരമാണ്. പാലമരമാണ് പൂത്തത്. എന്താണ് മൂളി പറന്നത്? എന്താണ് മൂളി പറന്നത്? വണ്ടാണ്. മൂളി പറന്നത്. മരച്ചോട്ടിൽ നിന്നത് ആരാണ്?
മരച്ചോട്ടിൽ നിന്നത്. എവിടെയാണ് പൂഞ്ചോല? മഞ്ചാടിക്കാട്ടിലാണ് പൂഞ്ചോല. ഏത് മരമാണ് പൂത്തത്? പാലമരമാണ് പൂത്തത്. എന്താണ് മൂളി പറന്നത്? വണ്ടാണ് മൂളി പറന്നത്. മരച്ചോട്ടിൽ നിന്നത് ആരാണ്? മീരയാണ് മരച്ചോട്ടിൽ നിന്നത്. ഇനി അതിന്റെ മുകളിലായിട്ട് എഴുതി പഠിക്കുക. അതിന് പുറമെ ആ 2 ലൈനില് വന്നിട്ട് വെണ്ട എഴുതുക. പിന്നെ കടങ്കഥ. കാട്ടിലുണ്ടൊരു ഇറ്റിച്ചോര. കാട്ടിലുണ്ടൊരു ഇറ്റിച്ചോര. എന്താണ്? മഞ്ചാടിക്കുരു. എന്താണ്? മഞ്ചാടിക്കുരു. ഇതൊരു 10 പ്രാവശ്യമെങ്കിലും വായിക്കുക. അതേപോലെ 10 പ്രാവശ്യം എഴുതുക. എഴുതി പഠിക്കണം. നന്നായി എഴുതി പഠിക്കണം കേട്ടോ.